നിങ്ങൾ ഈ സ്വർഗത്തേക്കുള്ള വഴിയെന്ന് കേട്ടിട്ടുണ്ടോ? എന്നാ ഞാൻ കാണിച്ചു തരാം. Namaskaram, my lovely people. Welcome to yet another vlog by Shruti. ഒരു രക്ഷയില്ല. ഇപ്പോഴും മാറ്റി പിടിക്കണമെന്ന് ഓർക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. സേ ഹലോ. ഹലോ. സോ നമ്മൾ ഗൈസ് ഇന്നൊരു ട്യൂസ്ഡേ ആണ്. ഇപ്പം എത്ര മണിയായി? 2 മണിയായി കേട്ടോ. 8 മണിക്ക് ഞാൻ റെഡി ആയിക്കണതാ. നിങ്ങളറിയണത് പുറത്ത് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പം നമ്മൾ AVMOR പോവാ. ആവേമോർ അല്ല, AVMOR ഗൈസ്. ആവേമോറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പുറത്ത് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ലിറ്ററലി ഇറ്റ്സ് സ്നോയിങ്. ആവേമോർ ആണെങ്കിൽ ഫുള്ള് മഞ്ഞിൽ കുളിച്ചിരിക്കുക. മഴയും മഞ്ഞായിട്ട് നല്ല കുളമായിട്ട് കിടക്കുക. പിന്നെ ഇപ്പം 2 മണിയായില്ലേ, 4 മണിയാകുമ്പോൾ ഇരുട്ടാവും. അത് വേറെ കാര്യം. പോണ വഴിയൊക്കെ കാണിച്ചു തരാം. സ്നോ മാത്രമാണെങ്കിൽ നല്ല രസമായിരിക്കും. സ്നോ മഴയാണെങ്കിൽ അപ്പം ശരി. ഗൈസ്, നമ്മളിപ്പോൾ വന്നേക്കുന്നത് കെയിങ്കോം, അങ്ങനെയാന്ന് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ. ഞാനിവിടെ കൊടുക്കാം. കെയിങ്കോം മൗണ്ടെയിൻ പാർക്ക്, സംതിങ് ലൈക്ക് ദാറ്റ്. ഇവിടെയാണ് കറൻ്റ്ലി ഭയങ്കര സ്നോയിങ് ആണ്. ഈ വർഷത്തെ ഫസ്റ്റ് സ്നോ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇതിൽ മുന്നേ സ്നോ പെയ്തായിരുന്നു. നവംബറിൽ എപ്പോഴോ സ്നോ പെയ്തു. പക്ഷേ ഇവിടെ ഇതൊരു വേറെ ഒരു ലോകം പോലെ തന്നെ ഉണ്ട്. അപ്പുറത്താണെങ്കിൽ ഫുള്ള് ഫോഗ് വന്നിട്ട് മലയൊന്നും കാണുന്നില്ല. പക്ഷേ ഇറ്റ്സ് സോ നൈസ്. ലുക്ക് അറ്റ് ദ വ്യൂ ഗൈസ്. ഒരു രക്ഷയില്ല. എൻ്റെ കൈ നനയും. എൻ്റെ പുതിയ ഗ്ലൗസ് ഇതാവുമ്പോൾ ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഇടാം. അതിന് ഫോൺ യൂസ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഒരു ഒക്ടോബർ ടൈമിൽ വന്നിട്ടുണ്ടായി. എന്നിട്ട് നമ്മൾ ചായയൊക്കെ വാങ്ങി അവിടെ നിന്ന് കുടിച്ചായിരുന്നു. ഞാൻ എൻ്റെ ഫോട്ടോസ് ഇവിടെ കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അത്. അന്ന് ഇവിടെ സ്നോ ഉണ്ടായില്ല, പക്ഷെ എന്നാലും തണുപ്പുള്ള ടൈമിലാണ് വന്നത്. അറിയരുത് മോളെ. നമ്മളിവിടെ വന്നത് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാനാണ്. മഞ്ഞത്ത് ട്രെയിനിൽ പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന്. എൻ്റെ മുഖമൊക്കെ സ്നോ കൊണ്ട് മൂടി. ഗൈസ്, നമ്മളപ്പോൾ ട്രെയിനിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു കേട്ടോ. ഗൈസ്, ഇതാണ് ട്രെയിൻ. അപ്പം നമ്മൾ ആ ട്രെയിനിൽ കയറി. എൻ്റെ പൊക്കത്തൊക്കെ സ്നോ വീണ് കിടക്കുന്നു. ഇപ്പോൾ ട്രെയിൻ ചിലപ്പോൾ എടുക്കുമായിരിക്കും, എനിക്കറിയില്ല. ബട്ട് നമുക്ക് നോക്കാം. ഇന്ന് അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് പേരുണ്ട്. സ്നോ വീണ് തുടങ്ങുന്ന ടൈമായതുകൊണ്ട് അത്യാവശ്യം നല്ല രസമായിരിക്കും. ഇപ്പം തന്നെ സ്നോ കണ്ടപ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയൊക്കെ വന്നു. As this is a moving vehicle, for your own safety, we recommend you hold on throughout your journey to pull us up. Your journey will then take approximately 8 minutes. അത്രേ ഉള്ളൂ, 8 മിനിറ്റ് ഉള്ളൂ ഗൈസ് ട്രെയിൻ റൈഡ്. ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടോ. അയ്യോ, ഒരു രക്ഷയില്ല. നല്ല രസമുണ്ട്. ട്രെയിൻ
പോയിട്ട് തിരിച്ചു വരണം കേട്ടോ. നമ്മൾ അതേപോലെ ആ വഴി തിരിച്ചു വരും. നമ്മൾ എത്ര പൊക്കത്തിലാന്നറിയോ പോയിക്കൊണ്ടിരിക്കണേ. ഇന്ന് ഫോഗില്ലാത്തത് നന്നായി, അധികം ഫോഗില്ല. സ്വർഗത്തിലേക്ക് പോണ വഴിയാന്ന് തോന്നുന്നു ഗൾസ്. നമ്മൾ ആക്ച്വലി സ്ഥലത്തെത്തിയതേ ഇതെന്തോ പോലെ ഉണ്ടല്ലോ, ചെറുതായിട്ടൊക്കെ ഒരു പേടിയൊക്കെ പോലെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയുണ്ടായി ട്രെയിൻ ഇഷ്ടപ്പെട്ടു. നമ്മളിവിടെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിക്കണം, കാരണം നല്ല വിശപ്പുണ്ട്. ഞാൻ ചിക്കൻ മയോ സാൻഡ്വിച്ചും ലാറ്റെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഹോട്ട് ചോക്ലേറ്റ്? ഇനി അല്പം മധുരമാവാം ഗൈസ്. റെഡ് വെൽവെറ്റ് അല്ലേ ഇത്? ബട്ടറിൻ്റെ ടേസ്റ്റ്, ഭയങ്കര ബട്ടറിൻ്റെ ടേസ്റ്റ്. ഇങ്ങോട്ട് പോയ അപ്പർ വ്യൂയിങ് ടെറസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. OMG, എന്തുവാ ഇത്? എനിക്കറിയില്ല. സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വാവ് ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഫുൾ സ്നോ ആയിട്ടിരിക്കുക. ഇതിപ്പോൾ ഏതാ രാജ്യം എന്ന് തോന്നിപ്പോവും. ഇവിടെ ഈ അവസ്ഥയാണ്. യക്കുത്സിലൊക്കെ എന്തായിരിക്കും അല്ലേ? ഒരാൾ ബോളൊക്കെ എടുത്ത് റെഡി ആവുന്നുണ്ട്. എന്നെ അറിയരുത് കേട്ടോ. നോ ഐസ്, ഇത് കണ്ടോ ഫുള്ള് സ്നോ ആയി. നോ ശരിക്കും ഇത്രയും സ്നോ ഉണ്ടാവുമെന്ന് എക്സ്പെക്റ്റേ ചെയ്യും. ഗൈസ്, ഇവിടെ ഒരു എക്സിബിഷൻ പോലെ നടക്കുന്നുണ്ട്, പ്രൊജക്ടറൊക്കെ വെച്ചിട്ട്. ഇങ്ങനെ സ്നോയിൽ കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ട്രെയിനിൽ കയറി താഴേക്ക് പോവാണ്. നമ്മളിപ്പോൾ കഴിക്കാൻ പോയ റെസ്റ്റോറൻറ്റ് സ്കോട്ട്ലൻഡിലെ ഹൈയസ്റ്റിൽ നിൽക്കുന്ന റെസ്റ്റോറൻറ്റ്. നമ്മളപ്പോൾ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് താഴേക്ക് എത്തി. എന്താ മോളെ, മന്നത്ത് കളിച്ച് ടയേർഡായോ നീ? പുറത്തിറങ്ങിയപ്പോൾ ഫുൾ സ്നോ. നമ്മൾ അപ്പോൾ തിരിച്ച് പോവാണ് ഗൈസ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നോ പെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ കണ്ണ് വായിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണിക്കട്ടെ. സോ നമ്മൾ ഇപ്പോൾ റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. എന്ത് രസമാണ്. ലുക്ക് അറ്റ് ദിസ് ടംബ്ലർ ക്രിസ്മസ് വേർഷൻ. ദാറ്റ്സ് നൈസ്. £5. ഇവിടെ ഫുൾ ഹോം ഡെക്കോർ, പിന്നെ സ്റ്റേഷനറി ഐറ്റംസ്, ഫർണിച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഈ കട ഭയങ്കര വലുതാണ് കേട്ടോ. ഭയങ്കര വലുതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂഫ് അങ്ങറ്റം വരെ ഉണ്ട്. ഇവിടുത്തെ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ ഞാൻ കാണിച്ചിരുന്നു, നല്ല രസമാണ്. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷൻ ഈ ലൈറ്റിൻ്റെ സെക്ഷനാണ്. വെൽക്കം ടു ദ മാഡ് ഹൗസ് ഗൈസ്. ഇത് കണ്ടിട്ട് എനിക്ക് എറണാകുളത്തെ ബ്രോഡ്വേ ഓർമ്മ വന്നു. അതുപോലെയല്ലേ എറണാകുളത്തെ ബ്രോഡ്വേ കുറച്ച് ഇപ്പോഴേ ഇങ്ങനെ ആയിട്ടുണ്ടാവും. ഈ ട്രെയിനായിട്ടുള്ള കുറേ സംഭവമുണ്ട്. ഇതേ പിന്നെയും ട്രെയിൻ, പിന്നെയും ട്രെയിൻ. ഓ ദിസ് ഇസ് ക്യൂട്ട്.
സ്കീ ചെയ്യുന്ന എല്ലാവരും. സോറി, ഐസ് സ്കേറ്റിംഗ്. യെസ്, ഐസ് സ്കേറ്റിംഗ്. സോറി, തെറ്റിപ്പോയി. ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതാ കണ്ട് തീരൂല, അത്രയും ഉണ്ട്. സിൽവർ, വൈറ്റ്, ഗ്രീൻ ആൻഡ് ഗോൾഡ് മാത്രം, റെഡ് മാത്രം. ഓ, എല്ലാം ഇത് ഫുൾ ഡെക്കറേഷൻ ചെയ്യണ സംഭവം കേട്ടോ എല്ലാം. ഞങ്ങളപ്പോൾ മെക്ഡിയിൽ വന്നു ഭക്ഷണം കഴിക്കാൻ. നല്ല വിശപ്പുണ്ട്. ഞാനിവിടെ വന്ന് എപ്പോഴും വാങ്ങിക്കാറ് മെക് ക്രിസ്പി അല്ലെങ്കിൽ മെക് സ്പൈസി ബർഗർ ആയിരിക്കും. എപ്പോഴും മാറ്റി പിടിക്കണമെന്ന് ഓർക്കും. പക്ഷേ എനിക്ക് ചീസ് ബർഗർ എനിക്കിഷ്ടമാണ്. പക്ഷേ നമ്മുടെ ഹ്യൂജ് ഫാൻ. മോൻ ഏതാ ഓർഡർ ചെയ്തേ? പറയൂ, ക്യാമറ നോക്കിയിട്ട് പറ. ഞാനൊരു ഡബിൾ ചീസ് ബർഗർ, ഒരു ചീസ് ബർഗർ, ഒരു മയോ ചിക്കൻ, ഒരു മെക് ക്രിസ്പി പ്ലസ് കുറച്ച്. ഇതിനൊരു അവസാനമില്ല ഗൈസ്. ബർഗറും ഫ്രൈസും വന്ന് ഞാൻ മെക് സാൻഡ്വിച്ച് ബർഗർ ഓർഡർ ചെയ്ത്. മെക്ഡിയുടെ ഫ്രൈസ് വീട്, ബാക്കിയെല്ലാം ഇറ്റ്സ് ആക്ച്വലി നൈസ്. തിന്നോക്കണ്ട, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. മെക് ചിക്കൻ സാൻഡ്വിച്ച് നല്ലതാണോ? നീക്കി പിടിക്കുക, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഗൈസ്, ഇത്രയും നേരം എൻ്റെ വ്ളോഗ് കണ്ടിരുന്നവർക്ക് താങ്ക് യു. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ 1700+ സബ്സ്ക്രൈബേഴ്സായി. അതിനൊരുപാട് താങ്ക് യു. ഞാൻ ഇത്ര പെട്ടെന്നൊന്നും ഇത്ര ആവുമെന്നൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. പെട്ടെന്ന് വ്ളോഗൊക്കെ ഇടണമെന്നുണ്ട്. പിന്നെ ഞാൻ എഡിറ്റിങ്ങിൽ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഞാൻ ഫോണിൽ എഡിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.